ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അത് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. നീനയെന്നോ മറ്റോ എന്താണ് അവരുടെ പേര്. അവരെ കാണാനില്ലെന്നും പറഞ്ഞ് സ്റ്റേഷനിലൊരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന്. നീ മാറിയിട്ടില്ല എന്നറിയേണ്ടത് ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഹരി സാറേ, ഞാൻ എന്താ ചെയ്തേ? ഹരി സാറേ, ഞാൻ എന്താ ചെയ്തേ? ഹരി സാറേ, എന്നോട് ക്ഷമിക്കരുത് സാറേ. സാർ, സാറ്, ഞാൻ മറന്ന് സാറ് മുമ്പിൽ നിൽക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. എന്റെ ദൈവമേ, എനിക്കെന്തായി സംഭവിക്കുന്നത്? സാറേ, പോലീസുകാരെല്ലാവരും എന്നെ തല്ലി, ഒത്തിരി തല്ലി, എന്നെ തല്ലി സാറേ. ഞാൻ പഴയതുപോലെ ആവണം ഹരി സാറേ. എന്റെ ഓർമ്മ നഷ്ടപ്പെടണോ ഹരി സാറേ? സാർ, എന്നാ സാർ ഇത്? എന്നാ സാർ? ശരണ, ഹരിസാറിനോടൊന്ന് പറയടാ. എനിക്ക് ഹരിസാറിനോട് ദേഷ്യമെന്ന് പറയടാ. ഈ ജീവനെ ഹരിസാറില്ലായിരുന്നെങ്കിൽ അവരെന്നെ വിടത്തില്ലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് എന്നോട് മാന്യമായിട്ട് പെരുമാറിയത് ഹരിസാറാ. ഹരിസാറാ ഹരിസാറാ ഹരിസാർ എന്നെ ആദ്യമായിട്ട് ആ വീട്ടിൽ കയറ്റിയത്. അന്ന് നിങ്ങളൊക്കെ ആ വീട്ടിലുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഹരിസാറെ, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. സാറേ, അവരെന്നെ വല്ലാതെ ദ്രോഹിച്ചു സാറേ. എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് സാറേ, അവരെന്നെ ഒത്തിരി ഇടിച്ചു സാറേ. എനിക്ക് വയ്യാഞ്ഞിട്ട് സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ, ക്ഷമിക്കണം സാറേ. സാറേ, ക്ഷമിക്കണം സാറേ. ശരി ശരി, ഓക്കെ ഓക്കെ. സാറ് വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, എനിക്കൊരു വിരോധമില്ല സാറേ. സാറേ 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 എനിക്കൊരു വിരോധമില്ല. ഹരിസാറിനോട് എനിക്കൊരു പ്രശ്നമില്ല. ശരവണ പറയടാ. പെട്ടെന്ന് എന്റെ മാനസിക നില തെറ്റിപ്പോയതാ സാറേ. പ്ലീസ് സാറേ. എനിക്കെന്തോ സാർ, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി ഹരി സാറ്. ഇങ്ങനെയൊക്കെ വരുമോ സാറേ? എനിക്കറിയില്ല. തൽക്കാലം ഇനി അയാളോടൊന്ന് ചോദിക്കാൻ നിൽക്കണ്ട, നമുക്ക് പോവാം. ആന്റിയും നിത്യയും ഹോസ്പിറ്റലിൽ കാത്തു നിൽക്കുക. പോവാം സാർ. ജീവ, വാ. സാറേ, വേദനിക്കുന്നു. വാ. ഒന്നും മനസ്സിൽ വെക്കല്ലേ. വാ. വാങ്ക സാർ. ജീവ, കേറ്. വാങ്ക സാർ. ജീവ, വാങ്ങോ. വാ. என்ன சார்? கேளுங்க.
അവരിപ്പോ വരും. വാ, ഇറങ്ങാം. ഹരി സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഭാഗത്തു നിന്ന് പറ്റിയ അബദ്ധം തൽക്കാലം അവരറിയണ്ട. വാങ്ക സാർ. എന്തിനാ നിത്യേ? ഞങ്ങൾ അകത്തേക്ക് വരുമായിരുന്നല്ലോ, എന്നിട്ട് ഇറങ്ങിയ പോരായിരുന്നു. പോലീസുകാരെന്തിനാ വിളിപ്പിച്ചേ? ആ, അത് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. നീനയെന്നോ മറ്റോ എന്താണ് അവരുടെ പേര്. അവരെ കാണാനില്ലെന്നും പറഞ്ഞ് സ്റ്റേഷനിലൊരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവരെ പരിചയമുള്ളവരൊക്കെ വിളിപ്പിച്ചതാ. അല്ല, അവിടെ ചെന്നപ്പോൾ പിന്നെ ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടു. ആ സ്ത്രീയെ കാണാതായിട്ട് കുറച്ചധികം ദിവസമായിട്ടത്. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു അന്വേഷണം. എനിക്ക് അവരുടെ പേര് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ എത്രയോ നഴ്സുമാരുണ്ട്. എന്നോട് പേഴ്സണലായിട്ട് പരിചയമുണ്ടോയെന്ന് ചോദിച്ചു. ബോധമില്ലാതെ കിടക്കുന്ന എനിക്കാരെ പരിചയമുണ്ടാവന. ആ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളത് സത്യമല്ല. അപ്പൊ അതിന്റെ പിന്നിൽ ആരെങ്കിലും ഒരാളുണ്ടാവും. ജീവനോട് ഇനി അവർക്ക് ചോദിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. ഏയ്, എന്ത് ചോദിക്കാൻ?